നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി രവീശ് തന്ത്രി കുണ്ടാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബുവിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വിവാദമാക്കുന്നതിൽ BJPയുടെയും CPMന്റെയും സ്വരം ഒന്നായെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈ തിരഞ്ഞെടുപ്പോടെ CPMന് ദേശീയ കക്ഷി പദവി നഷ്ടമാകുമെന്നും രമേശ് ചെന്നിത്തല. NDA അധികാരത്തിൽ വരാൻ ഇടയായാൽ രാജ്യത്ത് ഇനിയൊരു തിരഞ്ഞെടുപ്പുണ്ടാവില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മതനിരപേക്ഷ കൂട്ടായ്മയെ തകർക്കുന്നതാണെന്നും S രാമചന്ദ്രൻ പിള്ള. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ ഗതികെട്ട അവസ്ഥയെയാണ് കാണിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ഈ തിരഞ്ഞെടുപ്പിൽ BJP ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നും PS ശ്രീധരൻപിള്ള. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. സുപ്രീം കോടതി ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തിൽ. സപ്തഭാഷകളിൽ സ്വാഗതമേകി ഉപ്പള മണിമുണ്ട സ്കൂളിലെ വാർഷികാഘോഷം. കാസർഗോഡിന്റെ പെരുമയുമായി സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടി നാട്ടുകാർക്ക് നവ്യാനുഭവമായി മാറി. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി രവീശ് തന്ത്രി കുണ്ടാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബുവിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. പ്രവർത്തകരോടൊപ്പം പ്രകടനമായെത്തിയായിരുന്നു പത്രികാ സമർപ്പണം. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും ഒപ്പമുണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുന്നോടിയായി കാസർഗോഡ് നഗരത്തിലെ നുള്ളിപ്പാടി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും രവീശ് തന്ത്രി കുണ്ടാർ അനുഗ്രഹവും വാങ്ങിയിരുന്നു. തുടർന്ന് പ്രകടനവുമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. ജനസമൂഹത്തിന് ഇടതും വലതും വേണ്ട, ഇനി ഈ രാജ്യത്തിന് സംരക്ഷണം NDAനെ കൊണ്ട് മാത്രമേ എന്നുള്ള ഒരു ധാരണ വന്നതായി കാണുന്നു. അതിനെക്കൊണ്ട് നല്ല സമീപനം, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ജയിക്കും. പ്രചരണം മഞ്ചേശ്വരം മുതൽ കല്യാശ്ശേരിയുള്ള മണ്ഡലങ്ങളിൽ ഒരു റൗണ്ട് പൂർത്തിയായി. ഇനിയിപ്പോൾ നോമിനേഷൻ്റെ ശേഷം രണ്ടാമത്തെ ഘട്ടം തുടങ്ങും. ശബരിമല നാമജപ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തോളം ജയിൽവാസം അനുഭവിച്ച കുമ്പള സ്വദേശിയും ഗുരുസ്വാമിയുമായ നാരായണയാണ് സ്ഥാനാർത്ഥിയെ പിന്താങ്ങിയത്. കാസർകോട്ടെ മത്സ്യത്തൊഴിലാളികളാണ് രവീശ് തന്ത്രി കുണ്ടാറിന് തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കുവാനുള്ള തുക നൽകിയത്. ന്യൂസ് ഡെസ്ക് KCN. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വിവാദമാക്കുന്നതിൽ BJPയുടെയും CPMന്റെയും സ്വരം ഒന്നായി എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തെറ്റായ സന്ദേശം നൽകുന്നുണ്ടെങ്കിൽ ഇടതു സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ യെച്ചൂരി തയ്യാറാകണം. കേരളത്തിൽ മുഴുവൻ സീറ്റും UDF നേടുമെന്നും ഈ തിരഞ്ഞെടുപ്പോടെ CPMന് ദേശീയ കക്ഷി പദവി നഷ്ടമാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ BJPയുടെയും CPMന്റെയും സ്വരം ഒന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നതാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ BJPയുടെയും CPMന്റെയും സ്വരം ഒന്നായി മാറുകയാണ്. രണ്ടുപേരും ഒരേ സ്വരത്തിൽ രാഹുൽ ഗാന്ധിയെ എതിർക്കുകയാണ്. BJP പറയുന്ന അതേ വാചകമാണ് CPM നേതാക്കന്മാരും പറയുന്നത്. ദേശാഭിമാനി എഴുതുന്നത് ജന്മഭൂമിയേക്കാൾ കൂടുതൽ കടുത്ത ഭാഷയിലാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്. ദേശാഭിമാനിയും ജന്മഭൂമിയും ഒരേ പ്രസ്സിൽ ഒരേ ആളുകൾ അടിക്കുന്നതാണോ എന്ന് തോന്നിപ്പോകുന്ന നിലയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനം കണ്ടാൽ തോന്നുന്നത്. CPMും ഇടതുപക്ഷ കക്ഷികളും കേരളത്തിൽ കോൺഗ്രസുമായി ഒരു സഖ്യവുമില്ല. ചരിത്രപരമായി തന്നെ ഇവിടെ UDFും LDFും തമ്മിലാണ് മത്സരം. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മീറ്റ് ദ പ്രസിൽ DCC പ്രസിഡന്റ് ഹക്കിംഗ് കുന്നിൽ
മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, UDF ജില്ലാ ചെയർമാൻ MC ഖമറുദ്ദീൻ, അഷ്റഫ് അലി, AP അബ്ദുള്ളക്കുട്ടി, K നീലകണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്തു. പ്രസ് ഫോറം പ്രസിഡന്റ് EV ജയകൃഷ്ണൻ അധ്യക്ഷനായി. പ്രസ് ഫോറം സെക്രട്ടറി TK നാരായണൻ, P പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. NDA അധികാരത്തിൽ വരാൻ ഇടയായാൽ രാജ്യത്ത് ഇനിയൊരു തിരഞ്ഞെടുപ്പുണ്ടാവില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. കാസർഗോഡ് പ്രസ് ക്ലബിൽ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NDA അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജയിക്കാൻ ഇടവന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഭരണഘടന ഉണ്ടാവില്ല, പാർലമെൻറ്റ് ഉണ്ടാവില്ല, കോടതികൾ ഉണ്ടാവില്ല, ജനാധിപത്യാവകാശങ്ങളും പൗരാവകാശങ്ങളും ഉണ്ടാവില്ല. ഭൂരിപക്ഷ വർഗീയതയുടെ മേധാവിത്വമുള്ള ഒരു ഹിന്ദു രാഷ്ട്ര സ്ഥാപനമായിരിക്കും ഉണ്ടാവുക. കോൺഗ്രസ് ഒരു ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മതനിരപേക്ഷ കൂട്ടായ്മയെ തകർക്കുന്നതാണെന്നും വഞ്ചനയായി കാണുന്നില്ലെന്നും S രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. യെച്ചൂരിയുടെ ആവശ്യപ്രകാരമാണ് രാഹുൽ തെക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്നതെന്ന വാർത്ത അസംബന്ധമാണ്. LDF 2004-നേക്കാൾ മെച്ചപ്പെട്ട നില കൈവരിക്കുമെന്നും S രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രാമുഖ്യമുള്ള സർക്കാരായിരിക്കും ഇത്തവണ അധികാരത്തിൽ വരികയെന്നും SRP കൂട്ടിച്ചേർത്തു. നിൽക്കക്കള്ളി ഇല്ലാത്തത് കൊണ്ട് പടക്കളത്തിൽ നിന്ന് ഓടിയൊളിച്ചതാണ്. ഇവിടെ എന്തിനാ ഇങ്ങോട്ട് വരിക? BJP എതിർക്കാനല്ല, അതാണ് പ്രശ്നം. BJP ശക്തിയായി എതിർക്കാനല്ല, ഇടതുപക്ഷത്തെ എതിർക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. എങ്ങും കോൺഗ്രസ് തിരിച്ചു വരികയല്ലേ, കോൺഗ്രസ് തകരുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. 2004-നേക്കാൾ ഞങ്ങൾ മെച്ചപ്പെടും, ഒരു സംശയവുമില്ല. ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ലേ കോൺഗ്രസിന്? ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നത് ആരാണെന്ന് അവർക്കറിയാം. ഞങ്ങൾക്ക് 2004-നേക്കാൾ മെച്ചപ്പെടാനാവും. ഒന്നാം UPയുടെ കാലത്തെ പോലെ കോൺഗ്രസ് ഒരു മുഖ്യകക്ഷിയായി ഉയർന്നു വരികയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളാണ് പ്രാമുഖ്യമുണ്ടാവുന്നത്. CPM ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ മാസ്റ്ററും S രാമചന്ദ്രൻ പിള്ളയോടൊപ്പം ഉണ്ടായിരുന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TA ഷാഫി മീറ്റ് പ്രസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക് KCN. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ ഗതികെട്ട അവസ്ഥയാണ് കാണിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ഈ തിരഞ്ഞെടുപ്പിൽ BJP ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചത്ത കുതിര എന്ന് നെഹ്റുജി പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കേന്ദ്രത്തിലേക്ക് ഒരിക്കലും ലീഗിനെ പെടുത്താൻ സാധിക്കില്ല എന്ന് ശഠിച്ച ഒരു പശ്ചാത്തലമുള്ള പാർട്ടി, ആ പാർട്ടി മുസ്ലിം ലീഗിനോട് കൂടിച്ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, അതിനു വേണ്ടിയിട്ട് ഗതികെട്ടിവിടെ എത്തിയത് ഇന്ത്യ ഒട്ടാകെ ചർച്ചാ വിഷയമാക്കാൻ ഞങ്ങൾ തയ്യാറാകും. ആ നിലയ്ക്കുള്ള പ്രചരണങ്ങൾക്ക് ഇന്നലെ തന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ആ കാര്യം ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. മുസ്ലിം ലീഗുമായി ആശ്രയിച്ച് അതിനു മുമ്പിൽ കീഴടങ്ങിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക AICC അധ്യക്ഷൻ എന്നുള്ളത് ആ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. തിരുവനന്തപുരം വരെ നടത്തുന്ന യാത്രയുടെ ഉദ്ഘാടനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ രാജ്യം എന്റെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് യാത്ര നടത്തുന്നത്. യാത്രയിൽ സംഘടനയുടെ ദേശീയ, സംസ്ഥാന, ജില്ലാ ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ അണിചേരും. വിവിധ ജില്ലകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങുന്ന യാത്ര 12-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. എന്റെ രാജ്യം എന്റെ അവകാശം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് 14 ജില്ലയിലും തുടക്കം കാസർഗോഡ് ജില്ലയിൽ നിന്ന് നാളെ കൃത്യം 4 മണിക്ക് നമ്മുടെ മുൻ സുപ്രീം കോടതി ജസ്റ്റിസായ കർണാടക ലോകായുക്ത ചെയർപേഴ്സണുമായിരുന്ന ശ്രീ N സന്തോഷ് ഹെഗ്ഡെ സാറ് ഈ യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്. ഹ്യൂമൻ പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല, ദേശീയ ട്രഷറർ MVG നായർ, ദേശീയ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, KV സതീശൻ, കൂക്കൽ ബാലകൃഷ്ണൻ, KB മുഹമ്മദ് കുഞ്ഞി, ജമീല അഹമ്മദ്, നാസർ ചെർക്കളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
AICC പ്രസിഡന്റ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുവാനെത്തുന്നതിൽ ജില്ലയിലെങ്ങും ആഹ്ലാദം. പ്രകടനം നടത്തിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷമാക്കി മാറ്റുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മംഗൽപാടി പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സപ്തഭാഷകളിൽ സ്വാഗതമേകി ഉപ്പള മണിമുണ്ട സ്കൂളിലെ വാർഷികാഘോഷം. കാസർഗോഡിന്റെ പെരുമയുമായി സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടി നാട്ടുകാർക്ക് നവ്യാനുഭവമായി മാറി. ಭಾಗವಹಿಸಲು ನನಗೆ ಬಹಳ ಸಂತೋಷವಾಗುತ್ತಿದೆ. എല്ലാ വർഷവും സ്കൂളിൽ ആഘോഷ പരിപാടികൾ നടക്കാറുണ്ടെങ്കിലും ഇത്തവണ വ്യത്യസ്തത വേണമെന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് 7 ഭാഷകൾ ഉപയോഗിച്ച് സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള ആഘോഷ പരിപാടി ഒരുക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നീട് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയും ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ആഘോഷത്തിൽ പങ്കെടുക്കുവാനെത്തിയവരെ 7 ഭാഷകളിലൂടെ സ്വാഗതം ചെയ്യുകയുമായിരുന്നു. ಪಂಡಾವ್ ನಮ್ಮ ಜೋಕುಲೆನ ಪ್ರತಿಭೆವರೆಗೂ ಬೋದಾದ ಇನಿ ಮಾತೆಲ್ಲ ಸಂತೋಷದ ಬದಲು ಸೇರ್ದಲ್ಲ ಪುರ್ಸೋದು ಇಜ್ಜಂದಿ ನಂಚಿಂತ ಮುತ್ತಕೀನ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಸಯ್ಯದಿಲ್ ಅಂಬಿಯಾ ವಲ್ ಮುರ್സലീൻ. വ്യത്യസ്ത ഭാഷകളിലുള്ള സ്വാഗതം ചെയ്യൽ സ്കൂളിലെത്തിയവർക്കും നവ്യാനുഭവമായി. ಮಂಜೇಶ್ವರಂ ಉಪಜಿಲ್ಲಾ ವಿದ್ಯಾಭ್ಯಾಸ ಆಫೀಸರ್ KV ದಿನೇಶ್ ಪರಿಪಾಡಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಬಹಳ ಸಂತೋಷ ಅನಿಸ್ತಾ ಇದೆ. ಅದೇ ವೇಳೆ ನನ್ನ ಮನಸ್ಸಿನಲ್ಲಿರುವಂತಹ ಭಾವನೆ, ಒಂದು ಇಬ್ಬಗೆಯ ಭಾವನೆ ಮೂಡ್ತಾ ಇದೆ. ಕಾರಣ ಏನು ಅಂತ ಹೇಳಿದ್ರೆ, ಇಂತಹ ಶಾಲೆಗಳ ಸಮಾರಂಭದಲ್ಲಿ ಭಾಗವಹಿಸುವುದು ಬಹಳ ಅಪರೂಪ. ನಿಮ್ಗೆ ಗೊತ್ತಿದೆ, ಆಸ್ ಎ AO ನಾನು ಮುಖ್ಯವಾಗಿಯೂ ನಮ್ಮ ಕೇರಳದ മൊയ്തീൻ കുഞ്ഞി, കലീൽ, മൊയ്തീൻ കുട്ടി മാസ്റ്റർ, ഇസ്മായിൽ, ജാഫർ മുസ്ലിയാർ, നൂർ മുഹമ്മദ്, അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വേദിയിൽ വിദ്യാർത്ഥികളെ പ്രതിഭാ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ UP സ്കൂളിൽ വാർഷികാഘോഷവും ഹെഡ്മാസ്റ്റർക്കുള്ള യാത്രയയപ്പും സംഘടിപ്പിച്ചു. ഡോക്ടർ അംബിക സുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ശാസിക്കാനും നമ്മൾ ഭീഷണിപ്പെടുത്താനും നമ്മൾ ആജ്ഞാപിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. പക്ഷേ കുട്ടികൾക്ക് അതിൻ്റെ കൂടെ സ്നേഹം കൂടി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഒരിക്കലും അധ്യാപകന് നേരെ കൈ ഉയർത്തുകയില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ കാലത്തിന് ഉത്തരവാദിത്വമുണ്ട്, കുട്ടികളെ വഴിതിരിഞ്ഞു പോകുന്നതിന് നമ്മുടെ വ്യവസ്ഥയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, എല്ലാ ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. K. ഗണേശൻ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ ഹെഡ്മാസ്റ്റർ CH രാജേശ്വരയെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നന്ദികേശൻ ഷാളണിയിച്ച് ആദരിച്ചു. ബെന്നി PT, വേണുവെ, അഗസ്റ്റിൻ ബർണാഡ്, റാഷിദ് പൂരണം, ഡോക്ടർ A. ശോഭ, K. പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് KCN. ഹോസ്ദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിക്കുന്ന അധ്യാപകർക്കായുള്ള യാത്രയയപ്പ് സംഘടിപ്പിച്ചു. ഉപഹാര സമർപ്പണവും നടന്നു. ഹോസ്ദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിക്കുന്ന അധ്യാപികമാരായ ശോഭന TH, ലിറ്റി ജയന്ത്, ഓഫീസ് സ്റ്റാഫ് KV രാമചന്ദ്രൻ എന്നിവർക്കുള്ള യാത്രയയപ്പ് പരിപാടി സ്നേഹസാഗരം സംഘടിപ്പിച്ചു. എതിർദിശ എഡിറ്റർ സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഇന്ദുലേഖയെ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ ഇന്ദുലേഖയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അവിടെ പോകുന്ന ഈ പഞ്ചമേഖല ഭവനത്തിൽ പോകുന്നത് ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് തുടങ്ങുന്നത് അറിയോ? ഇന്ദുലേഖ താഴെയൊന്നും കാണുന്നില്ല. ഈ നമ്പൂതിരി വിചാരിക്കുന്നത് ഇത്രയും ആഠ്യനായ, സവർണനായ, ധനികനായ, ജാതീയമായിട്ട് അങ്ങേയറ്റത്തെ ഉന്നതിയിൽ നിൽക്കുന്ന ഞാൻ വരുമ്പോ സാമ്പ്രദായികമായി അതുവരെയുള്ള മലയാളി സ്ത്രീകളിൽ ഒരുവളാണ് ഇന്ദുലേഖയെങ്കിൽ കടയക്കൽ വെച്ച് ഗേറ്റിന്റെ അടുത്ത് വെച്ച് എത്താൻ സ്വീകരിച്ച് വരേണ്ടതാണ്.
സുകുമാരൻ പെരിയച്ചൂർ വിരമിക്കുന്നവരെ പരിചയപ്പെടുത്തി. മുൻ DC ശ്രീകൃഷ്ണ അഗിത്തായ ഉപഹാര സമർപ്പണം നടത്തി. സ്കൂൾ ഹെഡ് മാസ്റ്റർ MV രാധാകൃഷ്ണൻ പൊന്നാട അണിയിച്ചു. PTA പ്രസിഡന്റ് മധുസൂദനൻ V അധ്യക്ഷനായ ചടങ്ങിൽ സുരേഷ് ബാബു, കുഞ്ഞമ്പു മാസ്റ്റർ, വത്സല ടീച്ചർ, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, രാജേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അൽ ബിഷാറ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ദശവാർഷികത്തോടനുബന്ധിച്ചുള്ള ഡിസേനിയം സമ്മേളനത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. സമാപന സമ്മേളനം കുമ്പോൾ KS ആറ്റക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സയ്യിദ് അബ്ദുറഹിമാൻ സഹീർ തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം അത്താവുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 2-ന് നടക്കുന്ന പണ്ഡിത സംഗമം വാണിക്കോത്ത് അബ്ദുല്ല മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. 3-ന് രാവിലെ അലുമിനി മീറ്റ് നടക്കും. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കുമ്പോൾ KS ആറ്റക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കം വിവിധ ഉലമ ശിരോമണികൾ പ്രഭാഷണം നടത്തും. അൽ ബിഷാറ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ദശവാർഷികം ഡിസേനിയം എന്ന പേരിൽ ഏപ്രിൽ 1, 2, 3 തീയതികൾ നടക്കുകയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി 10 നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം സ്ഥാപനം ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം 1-ാം തീയതി രാവിലെ 11 മണിക്ക് സ്ഥാപനത്തിൽ വെച്ച് നടക്കും. തുടർന്ന് ഉദ്ഘാടന സമ്മേളനവും അന്ന് രാത്രി തന്നെ ആത്മീയ സംഗമവും സ്ഥാപനത്തിൽ വെച്ച് നടക്കും. ഉസ്താദ് മൂസൽ മദനി, ശംസുദ്ദീൻ തങ്ങൾ, സുലൈമാൻ കരിവള്ളൂർ, മുഹമ്മദ് സഖാഫി പാത്തൂർ, ജബ്ബാർ സഖാഫി പാത്തൂർ, ഹസൻ കുഞ്ഞി മൾഹർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ 53ാമത് സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 4, 5, 6 തീയതികളിൽ കാസർഗോഡ് വിദ്യാനഗറിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിലെ പ്രേമാനന്ദൻ മാസ്റ്റർ നഗറിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. P. ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും. G. സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. 4, 5, 6 തീയതികളിൽ ഈ മാസം 4, 5, 6 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. 4-ാം തീയതി പ്രധാനമായിട്ടും നടക്കുന്ന രാവിലെ പതാക ഉയർത്തൽ, തുടർന്ന് കൗൺസിൽ യോഗമാണ് നടക്കുക. ഉച്ചയ്ക്ക് ശേഷം ഈ വർഷം സംഘടനയിൽ നിന്നും യാത്രയക്കപ്പെടുന്ന പ്രധാനാധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനം, തുടർന്ന് പ്രതിനിധി സമ്മേളനം തുടരുന്നു. 5-ാം തീയതി വെള്ളിയാഴ്ചയാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA എന്നെ നെല്ലിക്കുന്നത് K. മധു, MA അഗസ്റ്റ്യൻ, രാജു മാത്യു, സൂര്യനാരായണ B എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബുവിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വിവാദമാക്കുന്നതിൽ BJPയുടെയും CPMന്റെയും സ്വരം ഒന്നായെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈ തിരഞ്ഞെടുപ്പോടെ CPMന് ദേശീയ കക്ഷി പദവി നഷ്ടമാകുമെന്നും രമേശ് ചെന്നിത്തല. NDA അധികാരത്തിൽ വരാൻ ഇടയായാൽ രാജ്യത്ത് ഇനിയൊരു തിരഞ്ഞെടുപ്പുണ്ടാവില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മതനിരപേക്ഷ കൂട്ടായ്മയെ തകർക്കുന്നതാണെന്നും S. രാമചന്ദ്രൻ പിള്ള. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ ഗതികെട്ട അവസ്ഥയെയാണ് കാണിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS. ശ്രീധരൻപിള്ള. ഈ തിരഞ്ഞെടുപ്പിൽ BJP ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നും PS. ശ്രീധരൻപിള്ള. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. സുപ്രീം കോടതി ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തിൽ. സപ്തഭാഷകളിൽ സ്വാഗതമേകി ഉപ്പള മണിമുണ്ട സ്കൂളിലെ വാർഷികാഘോഷം. കാസർഗോഡിന്റെ പെരുമയുമായി സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടി നാട്ടുകാർക്ക് നവ്യാനുഭവമായി മാറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.